അയ്യോ വണക്കം. ബത്ലഹേം കുടുംബ യൂണിറ്റ്. ഗിരീഷ് എഴുതി കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു കൊച്ചു കുടുംബ ചിത്രമാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന സിനിമ. ഈ ഗിരീഷ് എഴുതി എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് തണ്ണീർമത്തൻ ദിനങ്ങൾ, പ്രേമലു, സൂപ്പർ ശരണ്യ എന്നിങ്ങനെയുള്ള പടങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗിരീഷ് എഴുതിയുടെ അടുത്തൊരു സിനിമ വരുന്നു എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് വാനോളമായിരിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ഈ സിനിമ കണ്ടിറങ്ങിയെന്ന് ഞാൻ പറയുന്നില്ല, കണ്ടുകൊണ്ടിരുന്നത് ഈശ്വര ഇത് തീരല്ലേ ഇത് ഇങ്ങനെ തന്നെ പോണേ. കാരണം അത്രയ്ക്ക് ഫൺ പാക്ഡ് ആയിട്ടുള്ളൊരു കോമഡി റൊമാൻറ്റിക് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്നത്. പേഴ്സണലി ഞാനൊരു കാര്യം പറയാം. നിവിൻ പോളിയുടെ പ്രേമം എന്ന് പറയുന്ന സിനിമയുണ്ടല്ലോ, ആ പ്രേമം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം നിവിൻ പോളിക്ക് കിട്ടിയ വൺ ഓഫ് ദ ബെസ്റ്റ് റൊമാൻറ്റിക് മൂവീസാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് ഞാൻ പറയും. കാരണം അത്ര ഗംഭീരമായിട്ടാണ് ഈ സിനിമ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ ആൾക്കാരും അവരുടെ കഥാപാത്രത്തെ സ്വാംശീകരിച്ച് ചെയ്യുമല്ലോ. അതായത് നമ്മൾ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് തോന്നണം ഇത് ആ കഥാപാത്രമാണല്ലോ എന്ന്. അതാണ് നിവിൻ പോളി ഈ സിനിമയിൽ കാണിച്ചു വെച്ചിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത്. നിവിൻ പോളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നിവിൻ പോളി എന്ന് പറയുന്ന വ്യക്തി ഞാൻ പേഴ്സണലി ധരിച്ചു വെച്ചിരുന്നത് നിവിൻ പോളി ഫീൽഡ് ഔട്ടായി എന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, ഈ മോഹൻലാൽ ആദ്യം അഭിനയിച്ച മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സിനിമയുണ്ടല്ലോ, ആ സിനിമയിൽ അതിലെ യഥാർത്ഥ നായകൻ എന്ന് പറഞ്ഞാൽ ശങ്കറായിരുന്നു. ശങ്കർ ആ സമയത്ത് കത്തി നിൽക്കുന്ന സമയമായിരുന്നു. ആ ശങ്കറിനെ പിന്നീട് കുറേ കാലം കഴിഞ്ഞ് ആരും ഒരിടത്തും കാണാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പോഴും അങ്ങനെയാണ്, ശങ്കർ ഫീൽഡ് ഔട്ടായിപ്പോയി. സമാനമായിട്ടുള്ള രീതിയിൽ നിവിൻ പോളി എന്ന് പറയുന്ന ഒരു താരം ഉദിച്ചുയരുന്നു, കുതിച്ചു പൊങ്ങുന്നു. ഉദിച്ചുയരുക മാത്രമല്ല, നിവിൻ പോളി കുതിച്ചു പൊങ്ങുകയാണ്. അങ്ങനെ കുതിച്ചു പൊങ്ങി എവിടെയോ വച്ച് നിവിൻ പോളിയെ നഷ്ടമാകുന്ന ഒരു കാഴ്ച, പ്രേക്ഷകർക്ക് നിവിൻ പോളിയെ നഷ്ടമാകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ പക്കത്ത് വീട്ട് പയ്യൻ എന്ന് പറയുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ, അതാണ് നിവിൻ പോളിക്ക്. ഒരു മോഹൻലാലിൻ്റെ ഓറ ഉണ്ടേ സത്യം പറഞ്ഞാൽ നിവിൻ പോളിക്ക് ഇതിനകത്ത്. ഇത് പറഞ്ഞുകൊണ്ട് മെക്കിട്ട് കയറാൻ പറ്റരുത്. അതായത് നമ്മുടെ ഈ മോഹൻലാൽ ചില സിനിമകളിലൊക്കെ ചെയ്തു വയ്ക്കുന്ന ഒരു സംഭവമില്ല. അതായത് കാണുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ആരൊക്കെയാണ് ഇയാളെന്ന് തോന്നുന്ന രീതിയിലാണ് നിവിൻ പോളി ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. നിവിൻ പോളിയുടെ ഒരു യോണർ ഉണ്ടല്ലോ, ആ യോണർ കൃത്യമായിട്ട് പിടിച്ച് നിവിൻ പോളി ചെയ്തിട്ടുണ്ട്. നിവിൻ പോളി എനിക്ക് കൃത്യമായിട്ട് അറിയാം. നിവിൻ പോളി മലർവാടി ആർട്സ് ക്ലബ്ബ് ചെയ്യുന്നു. മലർവാടി ആർട്സ് ക്ലബ്ബ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ +2 +1 പഠിക്കുമ്പോഴാണ് തട്ടത്തിൻ മറയത്തിറങ്ങുന്നത്. തട്ടത്തിൻ മറയത്തിറങ്ങിയപ്പോൾ ആ സമയത്തൊരു ഓളം എന്ന് പറഞ്ഞാൽ എന്തൊരു ഓളമായിരുന്നു തട്ടത്തിൻ മറയത്ത്. ടിക്കറ്റ് എന്ന് പറയുന്ന സാധനമേ ഒരു സ്ഥലത്തും കിട്ടാനില്ല, അമ്മാതിരി ഓളമാണ് തട്ടത്തിൻ മറയത്ത്. അതിനുശേഷം പിന്നെ നിവിൻ പോളിക്ക് വച്ചടി കയറ്റമാണ്. ഓരോ സിനിമ ഇറങ്ങുന്നു, ഹിറ്റടിക്കുന്നു പോകുന്നു. അതിൻ്റെ ഇടയിൽ ദിലീപ് എന്ന് പറയുന്ന നടൻ കേസിലകപ്പെട്ട് അകത്ത് പോയതോടുകൂടി ജനപ്രിയ നായകൻ എന്ന് പറയുന്ന ഒരു പട്ടം നിവിൻ പോളി ഏറ്റെടുത്തു എന്ന് വരെ അന്ന് സംസാരമുണ്ടായി. പിന്നെ നിവിൻ പോളി ജനപ്രിയ നായകനിൽ നിൽക്കുന്നില്ല. കാരണം നിവിൻ പോളിയുടെ മാർക്കറ്റ് വലുതാകുന്നു. നിവിൻ പോളിയുടെ സിനിമകൾ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ അങ്ങേയറ്റം ഗംഭീരമായി ഏറ്റെടുക്കുന്നു. മാലപ്പടക്കം പോലെയാണ് സിനിമകൾ വരുന്നത്. ഓം ശാന്തി, ഓശാന, ഒരു വടക്കൻ സെൽഫി, ആക്ഷൻ ഹീറോ ബിജു, ഇങ്ങനെ സിനിമകൾ വന്ന് ഹിറ്റടിച്ച് പൊക്കോണ്ടേയിരിക്കുകയാണ്. ഈ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമ അത് സെൻസർ ചെയ്ത ആൾക്കാർ അത് കണ്ടിട്ട് പറഞ്ഞാൽ ഈ സിനിമ പൊട്ടിപ്പോകുന്നതാണ്. നിവിൻ പോളിയുടെ കരിയറിൽ വലിയൊരു ഡിസാസ്റ്റർ ഉണ്ടാവാൻ പോകുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ആക്ഷൻ ഹീറോ ബിജു പ്രേക്ഷകർ ഏറ്റെടുത്തു. നിവിൻ പോളിയുടെ കരിയറുകളിലെ ഏറ്റവും വലിയ ഹിറ്റായി ആക്ഷൻ ഹീറോ ബിജു മാറി. പിന്നെ 1986 എന്ന് പറയുന്ന സിനിമ, എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത പടം 1986, എബ്രിഡ് ഷൈൻ്റെ. അത്ര ഗംഭീരമായിട്ടുള്ളൊരു ഫീൽ ഗുഡ് മൂവിയാണ് 1986 എന്ന് പറയുന്നത്. സമാനമായിട്ടുള്ള രീതിയിൽ അങ്ങനെ നിവിൻ പോളി ഇങ്ങനെ മുന്നിലേക്ക് കുതിച്ചു മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിവിൻ പോളിക്ക് വലിയ അടികൾ സംഭവിക്കുന്നത്. അത് നിവിൻ പോളിയെ സംബന്ധിച്ച് വളരെ പേഴ്സണലായിട്ടുള്ള ഒരു ഡിസാസ്റ്ററാണ്. കാരണം നിവിൻ പോളി വരുത്തി വെച്ചതാണ് എന്നാണ് നിവിൻ പോളിക്ക് ചുറ്റുമുള്ള വൃത്തങ്ങൾ പറയുന്നത്. നിവിൻ പോളിക്ക് സ്വാഭാവികമായിട്ടും ചെറിയ ഒരു ലേശം ഒരു അഹംഭാവം, അഹങ്കാരം ഇതൊക്കെ വന്നു എന്നാണ് നിവിൻ പോളിയോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. പോരാത്തത് നിവിൻ പോളിയെ പറ്റി ആ സമയത്ത് പല കഥകളും പ്രചരിക്കുന്നുണ്ടായിരുന്നു. കാരണം നിവിൻ പോളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിവിൻ പോളി ആ സമയത്ത് നിവിൻ പോളിയുടെ ഫാൻസിനെ കാണുമ്പോൾ നിവിൻ പോളി വലിയതായിട്ട് മൈൻഡ് ചെയ്യത്തില്ല എന്ന് മാത്രമല്ല, നിവിൻ പോളി ഈ വിജയത്തിൽ അമിതമായി മതിമറന്ന് നിവിൻ പോളി ശരീരം ശ്രദ്ധിക്കാതെയായി. നിവിൻ പോളിക്ക് അങ്ങനെ ഒരു കരിസ്മ നഷ്ടപ്പെട്ടു. നിവിൻ പോളിക്ക് ഞാൻ പറഞ്ഞ ഒരു പക്കത്ത് വീട്ട് പയ്യൻ എന്ന് പറഞ്ഞൊരു കരിസ്മ നഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ നിവിൻ പോളി തൊടുന്നതെല്ലാം തന്നെ വലിയ ഡിസാസ്റ്ററുകളായി മാറാൻ തുടങ്ങി. നിവിൻ പോളിയുടെ ഈ ഒരു സേഫ് യോണർ വിട്ടിട്ട് നിവിൻ പോളി ചെയ്യാൻ തുടങ്ങിയ പടങ്ങളെല്ലാം ഒരു ആക്ഷൻ ഹീറോ ലെവലിലുള്ള പടങ്ങളൊക്കെ ചെയ്യാൻ നിവിൻ പോളി ശ്രമിച്ച് നിവിൻ പോളി തകർന്നടിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അങ്ങനെ നിവിൻ പോളി തകർന്ന് തരിപ്പണമായി. പല ആൾക്കാരും നിവിൻ പോളി ഫീൽഡ് ഔട്ടിൻ്റെ വക്കിലാണ്, അല്ലെങ്കിൽ ഫീൽഡ് ഔട്ട് ആയിക്കഴിഞ്ഞു എന്ന് പറഞ്ഞ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സർവ്വം മായ വരുന്നത്.
സർവമായ 100 കോടി അടിച്ചു. സർവമായ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്. ആ സിനിമ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ഈ സിനിമ ഒരു 100 കോടി അടിക്കാനുള്ള സംഭവം നല്ല നല്ല ഗംഭീര മൂവിയാണ്. ഇതൊരു 100 കോടി അടിക്കാൻ കപ്പാസിറ്റി ഉള്ളൊരു സിനിമയാണോ? പക്ഷേ 100 കോടി അടിച്ചു. അതാണ് നിവിൻ പോളിയുടെ ബോക്സ് ഓഫീസ് പവർ എന്ന് പറയുന്നത്. ഈ ഇടയ്ക്ക് നിവിൻ പോളിയെ ഇരുത്തിക്കൊണ്ട് ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്ന കേട്ടോ, ചേട്ടാ ഞാൻ പുകഴ്ത്തുവാണെന്ന് വിചാരിക്കരുത്, മോഹൻലാൽ കഴിഞ്ഞാൽ, മലയാള സിനിമയിൽ മോഹൻലാൽ കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പടത്തിന് പോസിറ്റീവ് വന്നാൽ ബോക്സ് ഓഫീസിനെ തൂക്കിയടിക്കാൻ കഴിവുള്ള ഒരേ ഒരു നടനെ, അത് സത്യവുമാണ്, ഒരേ ഒരു നടൻ മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ, അത് നിവിൻ പോളിയാണ്. മോഹൻലാൽ കഴിഞ്ഞാൽ ബോക്സ് ഓഫീസിനെ തൂക്കിയടിക്കാൻ ഒരേ ഒരു നടന് മാത്രമേ ഇപ്പോൾ കഴിയുള്ളൂ. പോസിറ്റീവ് വന്നാൽ അത് നിവിൻ പോളിയാണ്. ആ തൂക്കിയടിയാണ് ഇപ്പോൾ ഈ ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്ര ഗംഭീരം. നിവിൻ പോളിയെ നമുക്ക് എന്താ പറയുക? സത്യം പറഞ്ഞാൽ നിവിൻ പോളിയെ ഇങ്ങനെ കാണാൻ നമ്മൾ ഈ കടൽ, ആന, ഇതിനെയൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് കണ്ട് മതിയാവില്ല. നമ്മളിങ്ങനെ നോക്കി നിൽക്കും. അതുപോലെയാണ് നിവിൻ പോളി. നിവിൻ പോളി സ്ക്രീനിൽ വരുന്ന സമയം എല്ലാം നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ആഹ്ലാദവും. കാരണം നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ചേട്ടനെ പോലെയാണ് നമുക്ക് തോന്നുന്നത്. അത്ര ഗംഭീരമാണ് നിവിൻ പോളിയുടെ അഭിനയം. എടുത്ത് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്നത് നമുക്ക് നിവിൻ പോളിക്ക്. അത്ര ഗംഭീരമായിട്ടാണ് ഈ മനുഷ്യൻ അതിനകത്ത് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിഗംഭീരം, വേറെ ഒന്നും പറയാം. നമ്മൾ ഈ സല്യൂട്ടൊക്കെ അടിയില്ല, അമ്മാതിരി ഒരു കിടിലം പടം. ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ തൊട്ടടുത്ത് ഇരുന്ന് എൻ്റെ കൂടെ വന്ന ആളോട് പറയുകയായിരുന്നു, ഈ സിനിമ എനിക്ക് ഒന്നുകൂടെ കാണണം, ഞാൻ ഈ സിനിമ കാണാൻ ഒന്നുകൂടെ വരും. കാരണം എനിക്ക് ഒന്നുകൂടെ അത് കാണണം, അത് കാണാതെ എനിക്ക് ഒരു ഉറക്കം കിട്ടില്ല. പോരാത്തതിന് ഈ സിനിമ ഒരു റൊമാൻറ്റിക് മൂവിയാണ് എന്ന് ഞാൻ പറയും. റൊമാൻറ്റിക് കോമഡി മൂവിയാണ്. ഈ റൊമാൻറ്റിക് കോമഡി മൂവി ഇത് തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിക്കുന്നത്, ക്ലൈമാക്സ് ഇനി വന്ദനം സിനിമയിലെ ക്ലൈമാക്സ് പോലെ ആവുമോ? വന്ദന സിനിമയിൽ നമുക്കറിയാം കംപ്ലീറ്റ് കോമഡിയാണ്, റൊമാൻസാണ്. പക്ഷേ ക്ലൈമാക്സിൽ മോഹൻലാലും നായികയും ഒന്നിക്കില്ല, രണ്ടുപേരും രണ്ട് വഴിക്ക് പോകും, അങ്ങനെ ആയി പോകുമോ എന്നൊക്കെ ഒരു തോട്ട് നമുക്കുണ്ടായിരുന്നു. പക്ഷേ ക്ലൈമാക്സ് സസ്പെൻസ് ആയിരുന്നു. അത് ഞാനിവിടെ പറയുന്നില്ല, അതാണല്ലോ സിനിമ. അങ്ങനത്തെ നമ്മൾ ഫുള്ളി നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമല്ലോ, അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ആയിരുന്നു ആ സിനിമയ്ക്ക് ഗിരീഷ് ഷേഡി ഒരുക്കി വെച്ചത് എന്നുള്ളത് വേറൊരു കാര്യം. പിന്നെ സിനിമയെക്കുറിച്ച് ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സിനിമയിൽ പാട്ടുകളുടെ പൂരമാണ്. പക്ഷെ നമ്മൾ ഒരു പാട്ട് പോലും അറിയില്ല എന്നുള്ളതാണ്. അതാണ് ഒരു എഴുത്തുകാരൻ്റെ കഴിവെന്ന് പറയുന്നത്, ഒരു ഡയറക്ടറുടെ കഴിവെന്ന് പറയുന്നത്. കാരണം ആ സിനിമയോട് ഇഴകി ചേർന്നാണ് ആ പാട്ടുകളൊക്കെ പോകുന്നത്. നമുക്ക് പാട്ടുണ്ടെന്ന് പോലും തോന്നത്തില്ല ആ സിനിമയിൽ. അമ്മാതിരി ഗംഭീരമായിട്ടാണ് ആ പാട്ടൊക്കെ പോകുന്നത്. അല്ലാതെ മാർക്കറ്റിൽ പോകുന്നു എന്നാൽ പിന്നെ ഒരു പാട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇതിനകത്തില്ല. പാട്ടുകളൊക്കെ വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇമോഷൻസൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ വന്നിങ്ങനെ ടച്ച് ചെയ്യും ഇമോഷൻസൊക്കെ. പിന്നെ കോമഡി, അതാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ വിചാരിക്കും ഇത് സീരിയസ് സീനാണെന്ന്. പക്ഷേ ഇത് സീരിയസ് സീനല്ല, ഇത് കോമഡിയാണ്. മുറ്റു കോമഡി എന്ന് പറഞ്ഞാൽ പട്ടിത്താറ്റെന്ന് പറഞ്ഞാൽ പട്ടിത്താറ്റും, അമ്മാതിരി പട്ടിത്താറ്റും പരിഹാസോടിയും നമ്മൾ പറയുമല്ലോ കൊളോക്കിയലി, അമ്മാതിരിയുള്ള കോമഡിയാണ്. ഇതിൽ ഇങ്ങനെ കോമഡിക്ക് വേണ്ടി കോമഡി എഴുതിയിട്ടില്ല, എല്ലാം സിറ്റുവേഷണൽ കോമഡിയാണ്. പിന്നെ സ്പൂഫുകൾ, ലാലേട്ടൻ്റെ തുടരും സിനിമയിലെ സ്പൂഫ് വരെയുണ്ട്. അതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ചിരിച്ച് മനുഷ്യൻ്റെ വയറ് വേദനിക്കും. അമ്മാതിരി രസകരമായിട്ടാണ് ഈ സ്പൂഫൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അതിഗംഭീരമായിട്ടുള്ള സ്പൂഫുകളാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്തുള്ള കോമഡിയിൽ ഇതിനകത്ത് നമ്മൾ എടുത്തു പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ നമുക്ക് എടുത്തു പറയണം, ആരും ഒരു പൊടിക്ക് പോലും താഴോട്ട് പോയിട്ടില്ല. ആ ഗ്ലിക്സൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട് ഇതിനകത്ത്, റോഷൻ ഷാനവാസ് അവതരിപ്പിച്ച. എൻ്റെ മോനെ, റോഷനും കൂടെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ നമുക്ക് തോന്നും, അത്ര ഗംഭീരമാണ് റോഷൻ ഷാനവാസിൻ്റെ ഒരു സിനിമ. പിന്നെ നമ്മുടെ സുരേഷ് കൃഷ്ണ അവതരിപ്പിച്ച ക്യാരക്ടർ, എൻ്റെ സുരേഷ് എന്ന, നിങ്ങളിത് കാണോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഒരു രക്ഷയില്ല, ഗംഭീരം, ഒന്നും പറഞ്ഞാലും പറ്റില്ല, നിങ്ങളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരണം. എല്ലാവർക്കും ഉമ്മ കൊടുക്കണമെന്നാണ് ഞാൻ ഇതിനകത്ത് നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം സുരേഷ് കൃഷ്ണ നമ്മുടെ കൺവിൻസിങ് സ്റ്റാർ അവതരിപ്പിച്ച ആ ഒരു ക്യാരക്ടറിൽ അദ്ദേഹം ചെയ്യുന്ന കോമഡികളുണ്ടല്ലോ, അദ്ദേഹം യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഒരു കാരണവരെ പോലെയാണ് അദ്ദേഹം ബിഹേവ് ചെയ്യുന്നത്. പക്ഷേ പല കാര്യങ്ങളും കോമഡി ആയിട്ടാണ് നമുക്കിങ്ങനെ കണക്റ്റ് ആവുന്നത്. ആ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ല, ഗംഭീരം. പിന്നെ നമ്മുടെ സംഗീത് പ്രതാപ്, ആ ഒരു വ്യക്തിയുണ്ടല്ലോ സംഗീത് പ്രതാപിൻ്റെ അഭിനയവും സംഗീത് പ്രതാപിൻ്റെ സ്ലാങ്ങും സംഗീത് പ്രതാപിൻ്റെ പല രീതിയിലുള്ള മാനറിസവും, അത് സംഗീത് പ്രതാപിന് മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും സത്യം പറഞ്ഞാൽ മലയാളത്തിൽ അങ്ങനെ ഒരു മാനറിസം ഇല്ല. ഒരു പുതിയൊരു മാനറിസമാണ്. ഇപ്പോൾ നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂട് വന്നപ്പോൾ സുരാജിനൊരു പ്രത്യേക മാനറിസം ഉണ്ട്, തിരുവനന്തപുരം ഭാഷ ശൈലി അങ്ങനെ എന്നൊക്കെ പറഞ്ഞ്. സംഗീത് പ്രതാപ് വരുമ്പോൾ സംഗീത് പ്രതാപിന് ഒരു പുതിയൊരു മാനറിസം,
ഒരു മാനറിസം ഇങ്ങനെ ഓരോ സിനിമ കഴിയും തോറും അതിങ്ങനെ എസ്റ്റാബ്ലിഷായി നല്ല സ്ക്രിപ്റ്റിലും എസ്റ്റാബ്ലിഷായി വരികയാണ്. ഞാൻ പിന്നെ ഹൃദയപൂർവ്വം കണ്ടിരുന്നു മോഹൻലാലിൻ്റെ കൂടെയുള്ള. അതിൽ സംഗീത് പ്രതാപ് എന്ത് രസമായിരുന്നു. അത് മോഹൻലാലിൻ്റെ കൂടെയാണെന്ന് ആലോചിക്കണം. ലാലേട്ടനാണെങ്കിൽ കോമഡി കിങ് ആണ്. നമ്മുടെ ജഗതി പറയുന്നത് പോലെ ഓരോ സിനിമയിൽ ജഗതിയുടെ കൂടെ എല്ലാവർക്കും അഭിനയിക്കാൻ ഭയങ്കര പേടിയാണ്. കാരണം ജഗതി ഒരു സീനിൽ ജഗതിയുടെ കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഇട്ട് കളയും. അങ്ങനെ ഇട്ട് കളയുമ്പോൾ കൂടെ അഭിനയിക്കുന്നവർ പതറിപ്പോവും. പക്ഷേ ജഗതി തന്നെ പറഞ്ഞിട്ടുണ്ട് മോഹൻലാൽ പതറില്ല, മോഹൻലാൽ അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചിടും. അപ്പോൾ നമുക്കൊരു ആവേശമാണ് അഭിനയിക്കാൻ. അങ്ങനെ ഒരു മനുഷ്യൻ്റെ കൂടെ പിടിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ സംഗീത് പ്രതാപ് എന്ന് പറയുന്നത്. ഭയങ്കര രസകരമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് സംഗീത് പ്രതാപിൻ്റെത്. നിവിൻ പോളിയുടെ അനിയനായിട്ടാണ് സംഗീത് പ്രതാപ് അഭിനയിക്കുന്നത്. ഇതിലെ ചില സീനുകളൊക്കെ സംഗീത് പ്രതാപ് ഒരു രക്ഷയില്ലാതെ ഒരു ഡയറക്ടറായിട്ടാണ് വരുന്നത്. ഇതിൽ കേൾക്കുമ്പോൾ തന്നെ ചാർജായി അയ്യപ്പ എന്ന് പറയുന്ന സീനൊക്കെ ഉണ്ട്. നമ്മുടെ പൃഥ്വിരാജിനെ ഊക്കുന്നതാണ്. പൃഥ്വിരാജിൻ്റെ നമ്മുടെ സിനിമ ഉണ്ടല്ലോ ഹീറോ എന്ന് പറയുന്ന സിനിമ, അതിനെ ഊക്കുന്നതാണ്. ആ ഒരു രീതിയിലും ഭയങ്കര ഗംഭീരമായിട്ടാണ് സംഗീത് പ്രതാപ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചൂരലിലെ ആ പുള്ളിക്കാരനുണ്ട്, എനിക്കൊന്ന് ഷമീർ എന്നാണ് പുള്ളിയുടെ പേരെന്ന് തോന്നുന്നു. പുള്ളിയുടെ ഒരു കോമഡി ഒരു റെൻഡറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി നിർവികാരതയാണ്, വളരെ നിർവികാരമായിട്ട് നിന്ന് പുള്ളി കോമഡി പറഞ്ഞിട്ട് പോകും. പക്ഷേ അത് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവും എന്നുള്ളതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പുള്ളി വളരെ കൂളായിട്ട് നിൽക്കും. മുഖത്ത് ചിലപ്പോൾ ആക്ഷൻസ് ഒന്നും വരില്ല. വളരെ സിമ്പിളായിട്ട് സീരിയസ് ആയിട്ട് നിന്നൊരു കാര്യം പറയുമ്പോൾ അതിനകത്ത് കോമഡിയാണ്. അങ്ങനെയാണ് പുള്ളി അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. പുള്ളിക്കൊരു വലിയൊരു ഓരോ സിനിമ കഴിയും തോറും പുള്ളിയും ഇങ്ങനെ എസ്റ്റാബ്ലിഷായിട്ട് ഇങ്ങനെ വരുന്നൊരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തി, ഞാൻ കണ്ടപ്പോൾ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് വെട്ടിക്കിളി പ്രകാശ്. പണ്ടത്തെ പടങ്ങളിൽ പുള്ളിക്കാരനെ ഞാൻ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ സിനിമ കാണുമ്പോൾ അതിൽ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. അവരടുത്ത സിനിമയിൽ വേറെ ഏതെങ്കിലും സിനിമയിൽ ഞാൻ കാണുകയാണെങ്കിൽ നോട്ടീസ് ചെയ്യും. പണ്ടത്തെ എല്ലാ സിനിമയിലും പ്രധാനപ്പെട്ട ക്യാരക്ടറൊന്നും ലഭിക്കാത്തൊരു വ്യക്തിയാണ് ഈ വെട്ടിക്കിളി പ്രകാശ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹമാണ് ഇതിൽ നിവിൻ പോളിയുടെ അച്ഛൻ്റെ റോള് ചെയ്തിരിക്കുന്നത്. അഭിനയം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, വളരെ ഗംഭീരമായിട്ടുള്ളൊരു അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ അതൊരു പറയാനായിട്ട് വാക്കുകളില്ല. ഇനി പെണ്ണുങ്ങളുടെ അതായത് ഹീറോയിൻസിൻ്റെ സെറ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ആഷ്ലി ആയിട്ട് അഭിനയിച്ച മമിത ബൈജു എന്ന് പറയുന്ന മമിത ബൈജുവിന് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ ഒരു ക്യൂട്ട്നെസ് ഉണ്ടല്ലോ, അങ്ങ് വാരി വെതറിയിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഒരിടത്തും ഓവറായിട്ട് തോന്നത്തില്ല. ഈ സാധനം ഒരിടത്തും നമുക്ക് ഓവറായിട്ട് തോന്നത്തില്ല. വാരി വെതറിയിരിക്കുകയാണ് ക്യൂട്ട്നെസ് എന്ന് പറയുന്നത്. മമിത ബൈജുവിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാരണം അതാണ് ഞാൻ മമിത ബൈജുവിന് കൊടുക്കുന്ന ഒരു അഭിനന്ദനം എന്ന് പറയുന്നത്. എനിക്ക് പറയാൻ വാക്കുകളില്ല മമിത ബൈജുവിനെ കുറിച്ച്. എനിക്ക് പേഴ്സണലി ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഈ മമിത ബൈജു എന്ന് പറയുന്ന ആക്ട്രസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് കണ്ടിട്ട് ഞാൻ പുള്ളിക്കാരിയുടെ ഫാനായിപ്പോയി. പ്രേമലൂല് പോലും മമിത ബൈജുവിൻ്റെ അഭിനയം കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെ രസകരമായിട്ടുണ്ടെന്ന് അങ്ങനെ തോന്നിയിട്ട് ഓക്കെ ഫൈൻ, കൊള്ളാം, കണ്ടിരിക്കാം, നല്ല പടം. പക്ഷേ ഈ സിനിമ ഉണ്ടല്ലോ വേറെ ലെവലാണ്. മമിത ബൈജുവിൻ്റെ ഫാനായി. അത്ര രസകരമായിട്ടാണ് മമിത ബൈജു ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിവിൻ പോളിയുടെ കംബാക്കാണ്. നിവിൻ പോളിയുടെ ഗംഭീര കംബാക്ക്. പിന്നെ ഇതിൻ്റെ ഫോട്ടോഗ്രാഫി, പിന്നെ ഇതിൻ്റെ DOP ഒരു രക്ഷയില്ല. ക്യാമറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് ക്യാമറാമാൻ. പിന്നെ ഇതിൻ്റെ എല്ലാം ഇത് എവിടെ പറയണമെന്ന് അറിയില്ല. കാരണം ഒന്നും പറയാനില്ല ഇതിനകത്ത്. കാരണം ഇത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും പണിയെടുത്തിട്ടുണ്ട് എന്ന് ഈ സിനിമ കാണുമ്പം നമുക്കറിയാൻ പറ്റും. അത്ര ഗംഭീര സിനിമ. പ്രേക്ഷകർ ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം അത്ര ഗംഭീരമായിട്ടുള്ള സിനിമ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ജെൻസി പിള്ളേർക്കും മില്ലേനിയൽസിനും ഔഷധികൾക്കും ഇഷ്ടപ്പെടുന്ന 3 കാര്യങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട സ്റ്റഫ് ഇതിനകത്തുണ്ട്. ജെൻസിക്ക് വേണ്ട ജെൻസിക്കുണ്ട്, മില്ലേനിയൽസിന് വേണ്ട അവിടെ ഉണ്ട്, ഔഷധിക്ക് വേണ്ടത് ഔഷധിക്കുണ്ട്. എന്തിനു പറയുന്നത് ആൽഫയ്ക്ക് വരെ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഗിരീഷ് ഷേഡി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെയൊക്കെ ഇതിനകത്ത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു കഥ പോലെ തോന്നി. ഇതിനകത്ത് കഥയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ സിനിമയുടെ എക്സിക്യൂഷൻ കഥയോ കാര്യങ്ങളൊന്നുമില്ല. നിവിൻ പോളിയുടെ വീട്ടിൻ്റെ അടുത്ത് മമിത ബൈജു താമസിക്കാൻ പറ്റും. ഇവർ തമ്മിൽ പ്രേമത്തിലാവുന്നു. ഇവർ വിവാഹം കഴിക്കില്ല. ഇവർക്കിടയിൽ നടക്കുന്ന ക്ലാഷസ്, പിന്നെ ഇവരുടെ കുടുംബങ്ങൾക്കിടയിൽ നടക്കുന്ന, പിന്നെ വിനയ് ഫോർട്ട് പറയണ്ടല്ലോ. വിനയ് ഫോർട്ട് എന്താണോ വിനയ് ഫോർട്ട് അത് തന്നെയാണ് ഇതിനകത്ത് വിനയ് ഫോർട്ട്. ഒരു അമ്മാവനായിട്ട് വിനയ് ഫോർട്ട് അവതരിച്ചിട്ടുണ്ട്. വിനയ് ഫോർട്ട് സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് നമുക്ക് ദേഷ്യം വരും. വിനയ് ഫോർട്ടിൻ്റെ ചില മാനർസ് അങ്ങനെ വരണം. അതാണ് ഒരു ആക്ടറിൻ്റെ കഴിവെന്ന് പറയുന്നത്. അതിൽ വിനയ് ഫോർട്ട് കിങ് ആണ്, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ആ ഒരു രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്.
അപ്പോൾ ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്നത് ഞാൻ എന്തായാലും ഈ സിനിമ ഒരു വട്ടം കൂടെ പോയി കാണും. കാരണം അത്രയ്ക്ക് മനസ്സ് നിറച്ച ഒരു സിനിമയാണ്. ഓണത്തിന് നമ്മളൊരു സിനിമ കണ്ടിട്ടൊന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ട് പുറത്തിറങ്ങില്ല. അത് നിവിൻ പോളിയുടെ കംബാക്കാണ്. ഞാൻ വളരെ ആഗ്രഹിച്ചൊരു കംബാക്കാണ്. നിവിൻ പോളിയുടെ ഒരുപാട് ചവറ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. പടയോട്ടം, സഖാവ്, അങ്ങനെ ഒരുപാട് പടങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നിവിൻ പോളി ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്ത് നിവിൻ പോളിക്ക് വരാൻ പറ്റും. നിവിൻ പോളിക്ക് നമ്മുടെ മലയാളത്തിലെ നെക്സ്റ്റ് ഒരു വലിയ ഹ്യൂജ് ക്രൗഡ് പുള്ളറായിട്ട് മാറാനുള്ള എല്ലാ പൊട്ടൻഷ്യലും നിവിൻ പോളിക്കുണ്ട്. വേറെ ആർക്കും അതില്ല. സത്യം പറഞ്ഞാൽ നിവിൻ പോളിക്ക് അതുണ്ട്. നിവിൻ പോളി അത് സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിവിൻ പോളി വേറെ ലെവലായിട്ട് കയറിപ്പോവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ അവസാനമായിട്ടൊരു വരി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എടാ രാജപ്പൻ തെങ്ങുമൂടെ, ഇങ്ങനെ വേണം പടം എടുക്കാൻ. അല്ലാതെ മറ്റേ പോലെ ഇങ്ങനെയല്ല പടം എടുക്കേണ്ടത്. കുറേ ചോരയൊക്കെ അവിടെ ഇവിടെയൊക്കെ വാരി പൂശി അപ്പുറത്ത് മറ്റേ നമ്മുടെ അണ്ണനെയും പിടിച്ചു നിർത്തിയിട്ട് ഇങ്ങനെ കൈയുടെ കഷത്തി കുരു വന്ന പോലെയാണ് കൈ നിൽക്കുന്നത്. കൈ ഇങ്ങനെ നിൽക്കൂ രാജപ്പൻ തെങ്ങുമൂട്. ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ അതല്ല പടം. അതൊരു റൗണ്ട് ഞാൻ തരുന്നുണ്ട്, അടുത്തത് തരുന്നുണ്ട്. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ശരി.